സംസ്ഥാനത്ത് ഇന്നും ചൂട് തുടരും. 3 ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരുകയാണ്. ഇന്നലെ 41.6 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. തൃശൂരിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുന്നുണ്ട്. ശരാശരി താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് സൂചന. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്നും സച്ചിൻ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സച്ചിൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? വലിയ കനത്ത ചൂട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്താകെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാലക്കാട് പ്രത്യേകിച്ച് വലിയ തരത്തിൽ തന്നെ ചൂട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കരുതുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? കീർത്തി, പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാനം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ല പാലക്കാടാണ് ഇന്നലെ. കാരണം ഇന്നലെ 41.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ശനിയാഴ്ചത്തെ ളം കുറവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കാരണം ശനിയാഴ്ച 41.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. മാത്രമല്ല, ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. ഇത്തരത്തിൽ 41 ഡിഗ്രിക്ക് മുകളിൽ ചൂടിന്റെ കണക്ക് ഔദ്യോഗികമായി കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്ന കണക്കാണ്. എന്നാൽ പാലക്കാട് സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഭൂരിഭാഗം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലും 44 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മങ്കരയിൽ ഇന്നലെ 44.6 ഡിഗ്രി സെൽഷ്യസും കൊല്ലങ്കോട് 42 ഡിഗ്രി സെൽഷ്യസും മലമ്പുഴയിൽ 43 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നലെ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇത് ഔദ്യോഗിക കണക്കായി കാലാവസ്ഥാ വകുപ്പ് അംഗീകരിക്കുന്നില്ല. കാരണം അവർ സ്ഥാപിച്ച അവരുടെ ഔദ്യോഗികമായി അവര് സ്ഥാപിച്ച സ്ഥലങ്ങളിലെ കണക്ക് മാത്രമാണ് കാലാവസ്ഥാ വകുപ്പ് പരിഗണിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഉഷ്ണ തരംഗവും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ഉഷ്ണതരംഗം 2016 മുൻപ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ പാലക്കാട് കഴിഞ്ഞ ഒരാഴ്ചയോളമായി 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെയാണ് ചൂട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യരിൽ മാത്രമല്ല ജന്തുജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നൊരു കണക്കും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതം ഏറ്റ് ഇന്നലെ ഒരു മരണം സംഭവിച്ചിരുന്നു. കാരണം ഞായറാഴ്ച നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാതാപം ഏറ്റാണ് വയോധിക മരിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസവും പാലക്കാട് 3 പേര് നിർജ്ജലീകരണം ബാധിച്ച് കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശവും പാലക്കാട് ജില്ലയിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും നൽകിയിട്ടുണ്ട്. കാരണം പകൽ സമയങ്ങളിലെ ജോലി ക്രമീകരണം, അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകള് തുടങ്ങിയവ നിയന്ത്രിക്കണം എന്ന കാര്യം കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ജില്ലയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ കുടിവെള്ളം കുടിക്കണം, അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം, പകൽ സമയങ്ങളിലുള്ള പൊതുപരിപാടികൾ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന മലമ്പുഴയിൽ, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, അട്ടപ്പാടി മേഖലകളിൽ വിനോദസഞ്ചാരികളുടെ വലിയ ഗണ്യമായ കുറവും അനുഭവപ്പെടുന്നുണ്ട്. കീർത്തി, ശരി, ഇതാണ് പാലക്കാട്ടെ സാഹചര്യം. തൃശ്ശൂരിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ തിയോഫിനുണ്ട് തൃശ്ശൂരിൽ നിന്നും. തിയോഫിൻ, എന്താണ് അവിടുത്തെ സ്ഥിതി? ചൂട് എത്രത്തോളം ഉണ്ട്? പ്രധാനമായും ഏതൊക്കെ പ്രദേശങ്ങളിലാണ് തൃശ്ശൂരിൽ ചൂട് അനുഭവപ്പെടുന്നത്? ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. തന്നെയുമല്ല, രാവിലെ മുതൽ തന്നെ കനത്ത ചൂട് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നുമുണ്ട്. തൃശ്ശൂരിലെ ഭൂപ്രകൃതി ഒരു സമ്മിശ്രമായ ഭൂപ്രകൃതിയാണ്. തീരമേഖലയുണ്ട്, അതോടൊപ്പം ഇട മേഖലകളുണ്ട്, പിന്നെ ഒന്ന് ഹൈറേഞ്ച് മേഖല. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഭൂപ്രകൃതി തൃശ്ശൂരിൽ ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ താപനില വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും തുടരുന്നുണ്ട്. ഇന്നലെയും കനത്ത ചൂടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുഭവപ്പെട്ടത്. വെള്ളാനിക്കര ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ താപനില വളരെയധികം കൂടുതലായിരുന്നു. ശരാശരി താപനില 3 ഡിഗ്രിക്ക് മുകളിൽ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ താപനില, അതായത് താപമാപിനി ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന താപനിലയുടെ ചൂടിൽ അനുഭവപ്പെടുന്ന ഒരു ചൂടല്ല യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത്. അതിനേക്കാൾ അധികമായ ചൂട്, അതായത് ഒരു 2 ഡിഗ്രിയോളം കൂടുതൽ ചൂട് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഫലത്തിൽ
നമ്മൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തപ്പെടുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ചൂടിനേക്കാൾ കൂടുതൽ ചൂട് ജനത്തിന് ഫലത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് യഥാർത്ഥ വിഷയം. മറ്റൊന്ന്, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തീരമേഖല കൂടുതലുള്ള ഒരു ജില്ലയായതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് കുറയ്ക്കണം. ഇന്ന് പ്രത്യേക, അതായത് കഴിഞ്ഞ രാത്രിയിലും ഇന്നും പ്രത്യേക ശ്രദ്ധ വേണം. തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ചൂടുള്ള കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ ഇടവിട്ട് ഒരുപക്ഷെ ഇന്നും നാളെയുമുള്ള ദിവസങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ ചെറിയ തോതിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ചെറിയ തോതിൽ ആശ്വാസമാണ്. എന്തായാലും കനത്ത ചൂട് ഇന്ന് രാവിലെ മുതൽ തുടരുകയാണ്. കീർത്തി. ശരി, തിയോഫനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമായും 3 ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പും സാധ്യതയൊക്കെ നിലനിൽക്കുന്നത്. അതിൽ പാലക്കാടത്തെ സാഹചര്യം നോക്കി, തൃശ്ശൂരിലെ സ്ഥിതി നോക്കി, ഇനി കൊല്ലത്തെ സാഹചര്യമാണ് നോക്കേണ്ടത്. രാജ്കുമാറോട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. രാജ്കുമാർ, കേൾക്കാമോ? ശരി, രാജ്കുമാർ കേൾക്കുന്നില്ല എന്നാണ് കരുതുന്നത്. എന്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. രാജ്കുമാറിലേക്ക് വരാം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും 3 ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട് ജില്ലയാണ്. 41.6 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് താപനില രേഖപ്പെടുത്തുന്നത്. വലിയ തരത്തിലുള്ള ചൂട് സംസ്ഥാനത്താകെ തന്നെ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരും കൊല്ലവും നിലനിൽക്കുന്നുണ്ട്. കൊല്ലത്തെ സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത്. രാജ്കുമാർ കേൾക്കാമെങ്കിൽ എന്താണ് അവിടുത്തെ സ്ഥിതി? കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാനത്ത് ആകെ തന്നെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കൊല്ലത്തെ സ്ഥിതി എങ്ങനെയാണ്? ഈ താപമാപിനി അളക്കുന്ന പ്രധാനപ്പെട്ട ഇതിന്റെ യന്ത്രങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ പാലക്കാടും പുനലൂരുമാണ്. എപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരത് പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റമാണത്. അതേസമയം ഇപ്പോ പുനലൂരില് ഇന്നലെ 38.5 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി എന്ന് പറയുന്നു. അത് മെലിഞ്ഞാത് 39 വരെ അത് കടന്നതായിട്ടും പറയുന്നുണ്ട്. അതേസമയം ഇതിപ്പോ പുനലൂര് മാത്രമല്ല, ഇതിപ്പോ തീരപ്രദേശം ഉൾപ്പെടുന്ന ഈ കൊല്ലം ഈ നഗരത്തിലും അതുപോലെ അത് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇപ്പോ ഈ താപനില ഉയരുകയാണ്, ചൂട് കൂടുന്നു. അത് ഈ പ്രത്യേകിച്ച് ഇപ്പൊ തിയോഫിനൊക്കെ പറഞ്ഞതുപോലെ ഇത് കൊല്ലവും മലനാടും ഇടനാടും തീരനാടും ഉൾപ്പെടുന്ന ഒരു ജില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും നമ്മളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ കള്ളക്കടൽ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, അത് പസഫിക് സമുദ്രത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ ഉഷ്ണതരംഗമായി മാറാനുള്ള ഒരു സാധ്യത. ഇന്നലെ രാത്രി പോലും കടുത്ത ചൂടായിരുന്നു. പലരും ഈ തീരപ്രദേശങ്ങളിൽ വീടുകളിൽ താമസിക്കുന്നവർ രാത്രി പുറത്ത് കടൽ തീരത്ത് വന്ന് കിടക്കുന്നത് കാണാനിടയായി. അവിടെയും ഈ വീടിനുള്ളിലും താങ്ങാനൊക്കാത്ത ചൂട്, പുറത്തും ചൂടെന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യതാപമേറ്റ സംഭവം കൊല്ലം ജില്ലയിലും നേരത്തെ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ സൂര്യതാപത്തിനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ ഇതിന്റെ ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു എന്ന ഒരു ആശങ്ക കൂടിയുണ്ട്. പല സ്ഥലങ്ങളിലും കിണറുകളിൽ വെള്ളം വറ്റുകയാണ്, അതിന്റെ താഴേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ചെളിയും മണ്ണും ഒക്കെ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. കിണറിന്റെ വെള്ളം മാത്രം ആശ്രയിക്കുന്നവരത് കൂടുതൽ ദുരിതമാവുന്നുണ്ട്. അതേസമയം തന്നെ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ അതുപോലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ സൂചിപ്പിച്ച ഈ ഉഷ്ണതരംഗം അത് മനുഷ്യ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്നു. ശരി, രാജ്കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തെ സ്ഥിതിയും വലിയൊരു ചൂട് തന്നെയാണ് കൊല്ലത്തും അനുഭവപ്പെടുന്നത്.